അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ പാരമ്പര്യവാദം പൊട്ടയാണ്. മറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കുള്ള പാരമ്പര്യം എന്താണെന്ന് ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാരോട് അപ്പുറത്തുള്ള മുസ്ലിയാന്മാര് പറയുന്നത് കേട്ടോളൂ. നിങ്ങൾക്കുള്ള പാരമ്പര്യം എന്താണ്? ഇവരുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്തുന്ന പാരമ്പര്യം ഇക്കൂട്ടർക്കുണ്ടെന്ന് പറഞ്ഞതാണ് ഏറെ കൗതുകമായത്. അപ്പുറത്തെ സമസ്ത എഴുതാണ്. എന്താ എഴുതുന്നത്? ഇവരോട് പറയാണ്, പേരോട് ഗ്രൂപ്പിനോട്, അവരുടെ KP ഗ്രൂപ്പിനോട് പറയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്തുന്ന പാരമ്പര്യം ഇക്കൂട്ടർക്കുണ്ടെന്ന് പറഞ്ഞതാണ് ഏറെ കൗതുകകരമായത്. ഇവരുടെ തൊലി ചെണ്ടക്ക് പറ്റുമെന്ന ധാരണയാണ് തിരുത്തപ്പെടുന്നത്. ചെണ്ടക്കും പറ്റൂല, വല്ലാത്തൊരു കട്ടിയുള്ള തൊലി. 1988 സമ്പൂർണ്ണ ശൂന്യമായ ഇവർക്ക് എങ്ങനെയാണാവോ ഈ പാരമ്പര്യം ലഭിക്കുക? അങ്ങേ കൊമ്പിലിരിക്കുന്ന സകലരുടെയും ഗുരുനാഥന്മാർ ഇക്കൂട്ടർക്ക് ഗുരുത്തക്കെടല്ലേ കൈമാറിയത്. കണ്ണിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമാ കോട്ടുമല ഉസ്താദ്, KK അസറത്ത്, അണ്ടോണ അബ്ദുള്ള ഉസ്താദ് തുടങ്ങിയ മഹാപണ്ഡിതന്മാരുടെ ശിഷ്യന്മാരായ നിങ്ങൾ ഗുരുനാഥന്മാരെ തള്ളി സ്വന്തം മരിക്കിന് നേടാൻ റസീറ്റ് ബുക്കുമായി പുറത്തു പോയവർക്ക് എങ്ങനെ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റും? അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥ പാരമ്പര്യം ഇല്ല എന്നാ മറ്റൊരു പറയുന്നത്. ആരോട്? പേരോടിനോട് പറയാണ്. 1988 സമ്പൂർണ്ണ ശൂന്യമാണ് നിങ്ങൾ. പിന്നെ എന്ത് പരമ്പര നിങ്ങൾക്ക്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളൊരു പരമ്പര പറഞ്ഞു തരാൻ. ആര്? ഞാനല്ല, മുജാഹിദുകളല്ല പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ പാരമ്പര്യം ചെന്നെത്തുന്നത് EMS ദേവഗൗഡ, CM ഇബ്രാഹിം, SB ചവാൻ, O രാജഗോപാൽ തുടങ്ങിയ ഭൗതികരിലല്ലേ? മഹത്തായ ഒരു സംഘടനയെ 4 വെള്ളിക്കാശിന് കുത്തിപ്പിളർത്താൻ നോക്കി 6 ആളുകളെയും കൂട്ടി കുറെ പീക്കിരി പിള്ളേരും ലോകം തിരിയാത്ത സുഖിയന്മാരായ കുറച്ച് മുറിമൊയിലിയാക്കളും അങ്ങനെ ഒരു തരം കമ്മീഷൻ ഏജന്റുകളായി മതമൈതാനം കറപുരട്ടിയവർ പാരമ്പര്യം പറയുകയോ? അപ്പുറത്തിരിക്കുന്ന പലരുടെയും ഭാവഹാദികളും ചിന്തകളും ലക്ഷ്യങ്ങളും നല്ലപോലെ അറിയുന്നവരാണ് ഞങ്ങളും കേരളത്തിലെ 65 ലക്ഷം മുസ്ലിങ്ങളും. തമാശയായി പോലും സത്യം പറയാത്ത, കുറിച്ചു വച്ചോ, ഞങ്ങളല്ല പറയുന്നത്, നിങ്ങളുടെ പാരമ്പര്യത്തെ കുറിച്ചാ പറയുന്നത്. തമാശയായി പോലും സത്യം പറയാത്ത, സാമ്പത്തിക രംഗത്ത് ഹക്കും ബാത്തിലും ഇല്ലാത്ത നിങ്ങളാണോ പണ്ഡിതന്മാർ? നിങ്ങളാണോ പാരമ്പര്യം അവകാശപ്പെടുന്നതെന്ന് അപ്പുറത്തെ സമസ്ത നിങ്ങളോട് ചോദിച്ചതാണ്. മറുപടി ഉണ്ടെങ്കിൽ അവരോട് പറയണേ. ഇനി മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് കുരുത്തക്കെടാണ് പാരമ്പര്യമുള്ളത്, എന്തിലും കുരുത്തക്കെടാണ് കിട്ടിയിട്ടുള്ളത് എന്നതാ മറ്റൊരു മുസ്ലിയാര് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നു. കേട്ടോളൂ. ബഹുമാനപ്പെട്ട അമീർ ബൈച്ചി ഇവിടെ പറഞ്ഞപ്പോ അബുൽ ഐത്താം എന്ന് പറഞ്ഞപ്പോ ഉള്ളിൽ ഞാൻ ചിരിച്ചുപോയി. എല്ലാം കൂടി നിങ്ങളോട് അങ്ങനെ പറയാൻ പറ്റൂല. അല്ല, ഇന്ത്യൻ യത്തീമങ്ങൾക്ക് മൊത്തം പുതിയ ഒരു വാപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. അല്ല, നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് എനിക്ക് മുമ്പേ അറിയാം. പക്ഷെ ബുദ്ധിയില്ല എന്ന് മനുഷ്യന്മാരുടെ മുന്നിൽ എങ്ങനെ പറയാ? തീരെ ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? എങ്ങനെ അബുൽ ഐത്താം ഉണ്ടാവുക? യത്തീം മക്കൾക്ക് ജീവിച്ചിരിക്കുന്ന വാപ്പുണ്ടായി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാപ്പൊക്കെ വെച്ചു എന്നല്ലേ എന്റെ മേന? അല്ല, എന്താ പറയുന്നത്? തീരെ ബുദ്ധിയില്ലാതെ. നിങ്ങൾക്കൊക്കെ ബുദ്ധി ലേശമുണ്ട്. പക്ഷേ മൂസമുലിയർ നേരത്തെ പറഞ്ഞ പോലെ കുരുത്തക്കേട് വാലിച്ചു പോയതാണ്. കുരുത്തക്കേട് വാലിബായി പോയി. കുരുത്തക്കേടിന്റെ തല നിങ്ങളെ കയ്യിൽ പെട്ടുപോയി. അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. കേട്ടോ? അപ്പൊ എവിടേക്ക് ആകെ എന്തേ ഉള്ളൂ? അവസാനം കുരുത്തക്കേടിന്റെ തല വരെ കയ്യിലാണ്. അതാ അപ്പൊ പാരമ്പര്യം. ഇനി നോക്കൂ, മറ്റൊരാൾ കൂടത്തായിക്കാരനൊരു മുസ്ലിയാർ പറയുന്നത് കേട്ടോളൂ. എന്താ പാരമ്പര്യം? ആരിഫീങ്ങളുടെ മക്കാമിന്റെ സമാന്തര സന്ധനകൾ കെട്ടിപ്പൊക്കുന്നവരും അത് തന്നെ ഓർത്താൽ മതി എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ സമാന്തരം ഉണ്ടാക്കിയവരുണ്ട്. പരിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമാന്തര അല്ലാഹു വന്ന ആളാണ് അന റബ്ബുക്കുമുൽ അഅല എന്ന ഫറോവ. പ്രിയപ്പെട്ട പ്രവാചകന്റെ സമാന്തരം വന്ന ആളാണല്ലോ മുസൈലിമത്തുൽ കദ്ദാബിനെ പോലുള്ള അതേപോലെ കള്ള പ്രവാചകവാദികൾ. കഅബക്ക് സമാന്തരം കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചവരുണ്ട്. ഖുർആന് പകരം കൊണ്ടുവന്ന ആളുകളുണ്ട്. അവസാനം പഞ്ചപുച്ഛമടക്കി പിച്ചിച്ചിന്തി വലിച്ചെറിഞ്ഞ ഗതികേടാണ് അവർക്കുണ്ടായത്.
അവർ തന്നെയാണ് CM മഖാമിനും സമാന്തരം കെട്ടിപ്പൊക്കുന്നവർ. അവർ തന്നെയാണ് സമസ്തക്ക് സമാന്തരം സമത്വം ഉണ്ടാക്കുന്നവർ. അവർ തന്നെയാണ് ഖുർആൻ പ്രഭാഷണത്തിന് സമാന്തര പ്രഭാഷണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. സദുദ്ദേശപരമല്ല, ദുരുദ്ദേശത്തോടു കൂടി. അപ്പോ എന്താ പറഞ്ഞതെന്നറിയോ? ഫിറഔനിനെ പോലെ, കഅബക്ക് സമാന്തരമുണ്ടാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അബ്റഹത്തിനെ പോലെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സമാന്തരനായി വരാൻ ശ്രമിച്ച മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് CM മടവൂരിന്റെ അവിടെ മഖാമ് കിട്ടാത്തപ്പോൾ വേറൊരു സമാന്തരം പടച്ച ഇവരുടെയും അവസ്ഥ അതാണ്. ഞങ്ങളല്ല പറയുന്നത്, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കക്ഷികളാണ് പറയുന്നത്.